ഇപ്പോൾ ടി വി ഓണാക്കി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറയണത് നമ്മുടെ കേരളത്തിലെ പ്രബലമായിട്ടുള്ള 3 രാഷ്ട്രീയ പാർട്ടികളാണ് ബി ജെ പി, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി. ഇവർക്ക് ഇപ്പോൾ രാഹുലിൻ്റെ ഗർഭകഥ പറയാൻ മാത്രമാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ കഥ മാത്രമേ പറയണത്. രാഹുൽ എന്ന് പറയുന്നത് 140 MLA-മാരിൽ ഒരു MLA മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആളുടെ കാര്യത്തിലൊന്നല്ല ഇവിടെ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ ജനങ്ങളുടെ കാര്യത്തിലേക്ക് ഇറങ്ങി പോവാ. നിങ്ങൾ പരസ്പരം ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഒന്നാമതിന് ടി വിയിൽ വന്നിരുന്നിട്ട് പരമാവധി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ബോറടിച്ചു തുടങ്ങി. ഇതിൽ നിന്ന് എന്ത് മുതലെടുപ്പ്, എന്ത് ലാഭം, ഇതൊന്നല്ല. ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ വല്ല ലാഭം കാര്യങ്ങളുണ്ടോയെങ്കിൽ നോക്കുക. ജനത്തിനാവശ്യം ഈ വക കഥകളൊന്നുമല്ല. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശരി തെറ്റുകൾ പറഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നണമെന്നില്ല. ഇത്രയും കാലത്ത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുക, നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി പോവാ. അല്ലാണ്ട് നിങ്ങൾ 3 ഡെസ്ക് ഇട്ട് കുറേ ആൾക്കാർ ഇരുത്തി ഈ ഗർഭകഥ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് നാണാവില്ലേ? ഞാൻ പറയണ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ കാര്യത്തിൽ നിന്നൊക്കെ പിന്മാറുക. കുറ്റം ചെയ്തതിനെ ശിക്ഷ കിട്ടട്ടെ. ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ തെറ്റിനനുസരിച്ച് നിയമമുണ്ട് ഇവിടെ. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമം നോക്കട്ടെ. ഇവിടെ കോടതിയും ജഡ്ജിമാരും സത്യസന്ധമായിട്ടുള്ള എല്ലാ ജഡ്ജിമാരും ഹൈക്കോടതി എല്ലാതും ഉണ്ടല്ലോ നമുക്കിവിടെ. ഒരു ഭരണ സംവിധാനമുണ്ട്. അവർ നോക്കട്ടെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ. ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിൽ നിന്ന് പിന്മാറിയിട്ട് നിങ്ങൾ ജനങ്ങളെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിപ്പോവാം. എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ അതേ പഞ്ചായത്ത് ഇലക്ഷനെ പറഞ്ഞാൽ നമുക്ക് കൂട്ടായിട്ട് നിങ്ങൾ ഇലക്ഷന് മത്സരിച്ചോ, ജനത്തിന് നന്മ വരട്ടെ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ ഇറങ്ങി ആ കാര്യത്തിനെ കുറിച്ചൊരു ചർച്ച നടത്തി ഈ കാര്യമൊക്കെ സൈഡ് ലൈൻ ചെയ്ത് വിട്ട് ശരി തെറ്റുകളൊക്കെ മനുഷ്യരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണേ. അതായിരിക്കും ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ രാഹുലിൻ്റെ പ്രശ്നമൊന്നും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. രാഹുൽ ഒരു MLA കാരണം മാത്രമാണ് ഇത്രയും ഇതുണ്ടാക്കണത്. രാഹുൽ മാത്രമാണോ ഒരു പാർട്ടിയിലത്തെ ഒരു ആൾ? അല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഒരാൾ അത്രേ ഉള്ളൂ. അതുമാതിരി തന്നെ BJP-ക്ക് ആയാലും മാർക്സിസ്റ്റ് പാർട്ടിക്കായാലും നിങ്ങൾ ഈ അഴുക്ക് മാറ്റിവെച്ച് ജനങ്ങളുടെ നല്ല കാര്യത്തിന് ഇറങ്ങി സംസാരിക്കാനായിട്ട് എത്ര താല്പര്യത്തോടു കൂടി ഞാനിത് ഇങ്ങനെ പറയണമെന്നറിയോ? അതാണ് ഏറ്റവും നല്ലത്. ഈ ഗർഭകഥയൊക്കെ നമുക്ക് പിന്നെ